ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ അഡീനിയം പ്ലാന്റ്സ് ശരിക്കും വിത്തായിട്ട് നിൽക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല സീഡുകൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് എടുത്തിട്ട് പുതിയതായിട്ട് പാവി പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്ലാന്റിൽ നിന്ന് എടുത്ത സീഡ് എടുത്തിട്ട് അത് തൈകളാക്കിയതാണ്. അപ്പോൾ അത് ഏതുവരെ എത്തി എന്നുള്ളതും കൂടി കാണാം. ഇതാണ് നമ്മുടെ സീഡുകളായി നിൽക്കുന്ന അഡീനിയം കേട്ടോ. ഇങ്ങനെയാണ് സീഡ് ഉണ്ടാവാറ്. അപ്പോൾ സീഡിൻ്റെ ഈ ഒരു ഇത് ഉണങ്ങി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ റബ്ബർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെഡ് ഉപയോഗിച്ച് കെട്ടി വയ്ക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ റബ്ബർ യൂസ് ചെയ്ത് ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ അല്ലെങ്കിൽ പറന്നു പോകും, കാറ്റുണ്ടാകുമ്പോൾ പറന്നു പോകും. ഇനി ഞാനിത് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഇത് ഇളക്കിയെടുക്കുന്നത് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങ് പോന്നോളും കേട്ടോ. ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം റബ്ബർ എടുക്കുക. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഇളക്കുക, അല്ലെങ്കിൽ പറന്നു പോവും. അപ്പോൾ ഞാനിത് ഇളക്കിയെടുക്കാൻ പോവുകയാണേ. ഇതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ ആണ് സീഡ് ഇരിക്കുന്നത്. ഇതുപോലെ ഞാൻ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇളക്കിയെടുക്കാം. ഞാൻ ഇളക്കിയെടുക്കുവാണേ. രണ്ടീന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതിരിക്കുന്ന കാണാനായിട്ട്. രണ്ടീന്നും ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ പോകും. ഇത് ഇളക്കാതെ തന്നെയും വെക്കാം കേട്ടോ. പക്ഷേ ഞാനിത് ഇളക്കിയിട്ടാണ് കുറച്ചുകൂടി എളുപ്പത്തിന് നടാമെന്ന് വിചാരിച്ചിട്ട് ഇളക്കിയെടുക്കുവാണ്. ഇതിങ്ങനെ അതിൻ്റെ അപ്പൂപ്പൻ താടി പോലത്തെ ഭാഗം ഇളക്കി കളയാം. ബാക്കി നടുക്കുള്ള സീഡ് മാത്രം എടുക്കുവാണ്. ഇത് അപ്പൂപ്പൻ താടി പോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ കാറ്റടിച്ചപ്പോൾ പറന്ന് ഈ ചെടിയുടെ മേലിലേക്കൊക്കെ ആയിട്ടുണ്ട്. അത് ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലത്തെ ആ സംഭവമൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം ഇത്രയും സീഡുകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് പാകിയിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കേണ്ട വിത്താണത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വിത്തുകൾ പാകിയിട്ട് പുതിയ ചെടി കിളിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് യൂസ് ചെയ്തും പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാം. അതിൽ രണ്ടിലും വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സീഡിൽ നിന്നുണ്ടായിട്ടുള്ള പ്ലാന്റാണ്. ഇതെല്ലാം തന്നെ സീഡിൽ നിന്നുണ്ടായിട്ടുള്ള പ്ലാന്റാണ്. ഇല്ലെങ്കിൽ ഈ കോഡെക്സ് ഇങ്ങനെ കാണില്ല, കോഡെക്സ് ഉണ്ടാവില്ല സീഡ് ഇട്ട് കിളിപ്പിക്കാത്തതിന്. നമ്മൾ കട്ടിങ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നിൽക്കും. ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു ബൾബ് പോലത്തെ സംഭവം ഉണ്ടാവില്ല. അതാണ് രണ്ടും തമ്മിലുള്ള പ്രത്യേകത. നമ്മൾ സീഡ് ഇട്ട് നടുമ്പോഴും അതുപോലെ തന്നെ കട്ടിങ്സ് വെച്ച് നടുമ്പോഴും ഉള്ള പ്രത്യേകത അതാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന സംഭവമാണ് ഈ കോഡെക്സ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിയെ കുറച്ച് ഭംഗിയായിട്ടും ബോൺസായി ടൈപ്പിലൊക്കെ ആക്കി നിർത്തണമെങ്കിൽ കോഡെക്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സീഡ് ഇട്ട് ഉണ്ടാകുന്ന തൈകൾ മേടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബൾബ് ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ ഒരു 7 വർഷമായിട്ട് എൻ്റെ അടുത്തുള്ള പ്ലാന്റാണ്. ഇത് ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ച് കാണിക്കാം. ഈ ഒരു പ്ലാന്റ് 7 വർഷമായിട്ട് 7-8 വർഷത്തോട് അടുക്കുന്നുണ്ട്. അത്രയും വർഷമായിട്ട് എൻ്റെ അടുത്തുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ മണ്ണിൽ നിന്ന് ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ പൂർണ്ണമായിട്ടും ഇളക്കി മാറ്റാറുമുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഇളക്കി മാറ്റിയിട്ട് പുതിയ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ വളങ്ങളും ഒക്കെ ചേർത്തിട്ട് ഒന്നുകൂടി റീപോർട്ട് ചെയ്യാറുണ്ട്. അതും അല്ലാണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് കുറേ ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കി കൊടുക്കും. അപ്പോൾ ഈ അടിയിലുള്ള വേരുകൾ നല്ല കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതെല്ലാം തന്നെ ഞാൻ നടുന്ന സമയത്ത് ഇത്രയും ഭാഗം മണ്ണിന് ഉള്ളിലായിരുന്നു. അത് ഓരോ വർഷവും ഞാനിങ്ങനെ ഹൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഈ വേരുകളെല്ലാം തന്നെ മുകളിലേക്ക് വരികയും ഇതിപ്പോൾ പുതുതായിട്ട് വന്ന വേരുകൾ ഇങ്ങനെ മേലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് തിക്നെസ് കൂടിയിട്ട് ഇതുപോലെ ആയി വരും. അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും ഹൈറ്റ് കുറഞ്ഞ വീതിയുള്ള
പോട്ടുകളിലാണ് നടുന്നതെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും. അതുപോലെ കുഴിയുള്ള ഇതുപോലെ കാണുന്ന കുഴിയുള്ള പോട്ടുകളിലാണെങ്കിൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇതായിരിക്കും കുറച്ചുകൂടി അഡീനിയം നടാനായിട്ട് ഉള്ള പോട്ട് ഇതാണ്. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞ് മേടിക്കുക ചെയ്ത്. അഡീനിയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടുള്ളത്. അത് കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ചിരുന്നാൽ പൂക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു കോഡക്സ് കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി ഈ സീഡുകൾ നടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഇതൊരു ബേസിനാണ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇച്ചിരി ഒന്ന് വിസ്താരമുള്ള ഒരു ബേസിനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നടാൻ പോവുകയാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ മണലാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. മണലും കുറച്ച് മണ്ണും ഒക്കെ കൂടിയിട്ടാണ് ഇതിനകത്ത് ഉള്ളത്. അതാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ വിത്തുകൾ പാകി കൊടുക്കാം. ഇനി ഞാൻ വിത്ത് ഇടാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒത്തിരി അടുത്തടുത്തായി പോകാതെ ദൂരെ ദൂരെ ഇടണം. അതുപോലെ തന്നെ ഇത് ഒത്തിരി ആഴത്തിലേക്ക് പോകാനായിട്ട് പാടില്ല കേട്ടോ. ആഴത്തിൽ പോവുകയാണെങ്കിൽ അത് ഇങ്ങനെ കിളിച്ച് വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. ചിലപ്പോൾ കിളിക്കാതെയും വരും. അത് കാരണം ഒത്തിരി ആഴത്തിൽ പോകാതെ വേണം നടാനായി. ഞാനിപ്പോൾ വിത്തുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു അകലം ഇട്ടിട്ട് പാകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിടുന്നത് സൂക്ഷിച്ചിടണം. ഞാനിടുന്നത് മണലാണ് കേട്ടോ. കുറച്ച് മണൽ ഇതിൻ്റെ മേലിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി ഇതിങ്ങനെ തിക്ക് ലെയറായിട്ടിട്ടുണ്ട്. ഇച്ചിരി ഒരു കട്ടി കുറച്ചിട്ടിട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ഒത്തിരി അടിയിലായിപ്പോയാൽ കിളിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ദേ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു 3 ദിവസം കൊണ്ടൊക്കെ തൈകളായിട്ട് വരും. ചെറുതായിട്ട് കിളിക്കാൻ തുടങ്ങും 3 ദിവസം കൊണ്ട്. അപ്പോൾ എല്ലാ വിത്തും ഇങ്ങനെ മണലിട്ട് മൂടിയെടുക്കുവാണ്. ഇപ്പം ഞാൻ മണലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകി അതൊന്ന് കിളിച്ച് വന്ന് നിൽക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കറക്റ്റ് 3 ദിവസം കൊണ്ട് എനിക്കിത് വിത്ത് ഇട്ട് 3-ാമത്തെ ദിവസം മുതൽ ഇത് ചെറുതായിട്ടൊന്ന് കിളിച്ച് വരാൻ തുടങ്ങി. എല്ലാം അല്ല, കുറേയൊക്കെ. ഇപ്പോൾ നട്ട ഒട്ടുമിക്ക വിത്തുകളും ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ചെടിക്ക് ഉള്ളിൽ നോക്കിയാൽ തന്നെ അറിയാം. ഇതിപ്പോൾ 2 ഇലയാണ് ആയിട്ടുള്ള. ഈ 2 ഇലയ്ക്ക് താഴോട്ട് നമ്മൾ ആ തണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. കോഡക്സ് പോലെ ഇങ്ങനെ വേരിനല്ല, അതിന് തൊട്ട് മേലിൽ തണ്ടിൽ തന്നെ ഒരു ഇച്ചിരി ഷേപ്പിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പാണ് നമുക്ക് പിന്നീട് വളർത്തിയെടുക്കുമ്പോൾ ബോൺസായി ഒക്കെ ആയിട്ട് വളർത്തുമ്പോഴും ഒത്തിരി വർഷങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 3 ദിവസം അല്ല കേട്ടോ. ഇത് 3 ദിവസമായപ്പോൾ കിളിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ചെടി ഇതിപ്പോൾ ഒരു 10-12 ദിവസത്തോളം ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു 50 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല ഒരു പ്ലാന്റായിട്ട് നമുക്ക്, അതായത് റിപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് ഒരു പ്ലാന്റായിട്ട് വളർന്നു വരും. അപ്പോൾ ചെറിയ പോട്ടുകളിൽ വളരെ ചെറിയ ഈ സൈസല്ല, ഇതിൽ നിന്നും ചെറിയ സൈസ് പോട്ടുകളിലേക്ക് മാറ്റി നടാം. എന്നിട്ട് അത് കുറച്ചൊന്ന് വളർച്ച എത്തിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത പോട്ടിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ അതിനകത്ത് മണൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇതിന് ഒത്തിരി വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത ചെടിയാണ്. അതുപോലെ തന്നെ മഴ ഒത്തിരി അധികം ഇതിന് കൊള്ളാനും പാടില്ല. അപ്പോഴേക്കും ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഇതിൻ്റെ തണ്ടുകളെല്ലാം ചെയ്യാൻ തുടങ്ങും. അത് കാരണം തന്നെ നമുക്കതിൻ്റെ കോഡക്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ. കാരണം അതിൻ്റെ ഉള്ളിലെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം മഴയത്തും ഒക്കെ ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു പ്ലാന്റാണ്. വെയിൽ ഒട്ടും തന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡെസേർട്ട് റോസ് എന്നും കൂടി ഒരു പേര് ഇതിനുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇപ്പം ഞാൻ ഈ പാകിയിരിക്കുന്ന സീഡെന്ന് പറയുന്നത് പെറ്റൽസ്, അതായത് സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റലൊക്കെ ഉള്ള ഇനം അഡീനിയം ആണ് നട്ടിരിക്കുന്നത്. പിങ്ക് കളറിലുള്ളതാണ്. 2ഉം പിങ്ക് കളറിലുള്ളതായിരുന്നു. ഇതും അതെ, രണ്ടും പിങ്ക് കളറിലാണ്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ 2 പ്ലാന്റിനുമായിട്ട്, 2 ഫ്ലവേഴ്സിനുമായിട്ട്, 2 പ്ലാന്റിൻ്റെയും 2 ഫ്ലവേഴ്സിനായിട്ടും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.